നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മുന്നറിയിപ്പുകൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് വ്യാജ ഏജന്റ് മുഖേന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചെത്തുന്നവർ നിരവധിയാണ്. എന്നാൽ ഇവരെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ ചതിയിൽപ്പെട്ട് നാട്ടിൽ നിന്ന് ഗൾഫിലെത്തി ദുരിതം അനുഭവിക്കുന്ന നിരവധി മലയാളികളുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് പുറത്തുവരുന്നത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ജോലി തട്ടിപ്പിനിരയായ 36 മലയാളികൾ ഷാർജയിൽ കൊടും ദുരിതം അനുഭവിക്കുകയാണ്. കേരളത്തിലെ മിക്ക ജില്ലകളിൽ നിന്നുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയായിരിക്കാൻ സാധ്യതയുണ്ട്. ആലുവ അത്താണി സ്വദേശി മുഹമ്മദ് സനീറാണ് തങ്ങളെ ഇവിടെ എത്തിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. സനീറിന്റെ തട്ടിപ്പിനിരയായി അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ പേർ ഇവിടേക്ക് വരുന്നുണ്ടെന്നും ഇവർ പറയുന്നു. പലതവണയായാണ് ഇവരെ സനീർ UAE-യിൽ എത്തിച്ചത്. 1 മാസത്തെ സന്ദർശക വിസയിലായിരുന്നു യാത്ര. പാക്കിംഗ്, അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികകളിലായിരുന്നു ജോലി വാഗ്ദാനം. പണം സനീറിന്റെ കേരളത്തിലെ അക്കൗണ്ടിലേക്ക് ഇവർ അയച്ചു കൊടുക്കുകയായിരുന്നു. 65,000 മുതൽ 1,25,000 രൂപ വരെ നൽകിയവരുമുണ്ട്. ചിലർക്ക് വ്യാജ ഓഫർ ലെറ്ററാണ് ഇയാൾ കൈമാറിയത്. മറ്റു ചിലരോട് ജോലി ശരിയാകുമ്പോൾ ഓഫർ ലെറ്റർ തരാമെന്നായിരുന്നു ഇയാളുടെ വാഗ്ദാനം. എന്നാൽ UAE-യിൽ എത്തിയ പലരുടെയും വിസ കാലാവധി ഇപ്പോൾ കഴിയാറായി. മുംബൈയിൽ ദിവസങ്ങളോളം താമസിച്ച ശേഷം UAE-യിൽ എത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട്. UAE-യിൽ എത്തി 3 ദിവസം കഴിയുമ്പോൾ എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറ്റാമെന്നായിരുന്നു വാഗ്ദാനം. ഇങ്ങനെയൊരു സംവിധാനം UAE-യിൽ ഇല്ലെന്ന് പലരും അറിഞ്ഞത് അവിടെ എത്തിയപ്പോൾ മാത്രമാണ്. ദിവസവും വൈകിട്ട് ഇവരുടെ അടുക്കലെത്തുന്ന സനീർ അടുത്ത ദിവസം തന്നെ ജോലി ശരിയാക്കുമെന്ന് വാഗ്ദാനം നൽകും. എന്നാൽ പിന്നീട് ഇതേക്കുറിച്ചൊന്നും മിണ്ടാറില്ല. അടുത്ത ദിവസങ്ങളിലായി സനീറിന്റെ ചതിയിൽപ്പെട്ട് നാട്ടിൽ നിന്ന് തിരിക്കാൻ തയ്യാറെടുക്കുന്നവർ സൂക്ഷിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ചിലരെ കുറച്ചുനാൾ സനീർ പാകിസ്ഥാനികൾക്കൊപ്പവും ബംഗാൾ സ്വദേശികൾക്കൊപ്പവും താമസിപ്പിച്ചു. ഇവിടെ ഭക്ഷണം പോലും കിട്ടാതായപ്പോൾ ഇവരെ മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ ഭക്ഷണം പോലും ഇല്ലാതെ ഷാർജ റോളയിൽ താമസിക്കുന്ന ഇവർക്ക് സാമൂഹിക പ്രവർത്തകരാണ് ഏക ആശ്വാസം. സാമൂഹിക പ്രവർത്തകൻ ഖുറൈഷി ആലപ്പുഴയുടെ ഇടപെടലിനെ തുടർന്ന് യുണൈറ്റഡ് PRO അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ഇവർക്ക് ഭക്ഷണം എത്തിച്ചിരുന്നു. കടം വാങ്ങിയും സ്വർണം വിറ്റുമാണ് പലരും ഗൾഫ് ജീവിതം തേടിയെത്തിയത്. അതിനാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. ചിലർ സ്വന്തമായി ജോലി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.